ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഇത്രത്തോളം ദിവസം നിൽക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്ന് നോറ. ആദ്യ ആഴ്ച മുതൽ തന്നെ പുറത്താകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്രയും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആളുകൾ എന്നെ ഇഷ്ടപ്പെടുമോ എന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആദ്യ ആഴ്ച മുതൽ തന്നെ ഇപ്പോൾ പോകും എന്ന നിലയിലായിരുന്നു നിന്നതെന്നും നോറ വ്യക്തമാക്കുന്നു. ഇപ്പോൾ പോകും പോകും എന്ന ചിന്ത ആത്മവിശ്വാസത്തെ തന്നെ ബാധിച്ചിട്ടുണ്ട്. 3-4 ആഴ്ച ഞാൻ കുറെ കരഞ്ഞിട്ടുണ്ടായിരുന്നു. ആത്മവിശ്വാസക്കുറവായിരുന്നു അതിന്റെ പ്രധാന കാരണം. പിന്നെ പെർഫോമൻസ് ചെയ്യാനുള്ള കഴിവ് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ പുറത്തായി പോകുമോ ഇൻസെക്യൂരിറ്റി ചിന്തയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ അതെല്ലാം മറന്നുകൊണ്ട് ഗെയിം കളിക്കാൻ തുടങ്ങി. അതാണ് പിന്നീട് എനിക്ക് ഗുണം ചെയ്തത്. ഞാൻ സെൻസിറ്റീവായ ഒരാളാണ്. ഓഡിഷന്റെ സമയത്ത് പെട്ടെന്ന് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഞാൻ കരഞ്ഞിട്ട് പോകുമായിരുന്നു. കരയുന്നത് ഒരു തെറ്റായിട്ട് അവർ കണ്ടിട്ടില്ല. കരയുന്ന ഒരാൾ എന്ന രീതിയിൽ എന്നെ എടുക്കാത്തതുമല്ല. ഒരുപാട് ഇമോഷൻസിലെ ഒന്നാണ് കരച്ചിൽ. ഞാൻ കരഞ്ഞാൽ അവിടെ തീർന്ന്. അല്ലാതെ 24 മണിക്കൂറും കരഞ്ഞുകൊണ്ടിരിക്കാൻ എന്റെ കണ്ണ് മുല്ലപ്പെരിയാർ ഡാമൊന്നുമല്ലല്ലോ. പിന്നെ അതിൽ മാത്രം മറ്റുള്ളവർ ഫോക്കസ് ചെയ്യുന്നതിൽ എനിക്കൊന്നും പറയാനില്ലെന്നും മൈസ്റ്റർ മേക്കേഴ്സ് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ നോറ വ്യക്തമാക്കിയിരുന്നു. കരച്ചിലിനും കരയുന്നവരും മോശക്കാരല്ല. ഞാൻ ഇമോഷണലാണ്, അല്ലാതെ ഇമോഷൻ അല്ല. ജാസ്മിന്റെ കരച്ചിലിനെ എവിടെയും ഞാൻ മോശമായി പറഞ്ഞിട്ടില്ല. ഒരു ഘട്ടത്തിൽ അവിടെ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഇതുവരെ അത് എന്താണെന്ന് പോലും എനിക്ക് ഒരറിവുമില്ല. അതിന്റെ ഒരു സംശയം എന്നല്ലാതെ ജാസ്മിൻ കരഞ്ഞതിനെ ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല. ആ വീട്ടിൽ ആരൊക്കെ കരഞ്ഞിട്ടുണ്ടോ ആ സമയത്തൊക്കെ ഞാൻ കൂടെ ഉണ്ടായിട്ടുണ്ട്. അത് ജാസ്മിൻ ആണെങ്കിലും അത് മുഴുവൻ എപ്പിസോഡും എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ബിഗ് ബോസിലെ നിലനിൽപ്പിന് വേണ്ടിയാണ് പലരും പലതും പറഞ്ഞതെന്ന് ഓർത്ത് സങ്കടപ്പെട്ട ഒരു സമയം എനിക്കുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയല്ലേ അവർ പറയട്ടെ എന്ന ചിന്തയിലായിരുന്നു ഞാൻ. ബിഗ് ബോസിൽ ആർക്ക് കപ്പ് കിട്ടിയാലും അവർ അർഹിക്കുന്ന കാര്യമാണെന്നും എനിക്ക് ഒരുപോലെയാണെന്നും ഞാൻ പറഞ്ഞിരുന്നു. എന്റെ കാഴ്ചപ്പാട് നോക്കിയിട്ട് ഞാൻ മറ്റു പലരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ച് മറ്റുള്ളവർ അതിന് അർഹരല്ലെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അല്ലെങ്കിൽ ആർക്ക് കിട്ടിയാലും ഒരുപോലെയാണ്. എന്നിട്ടും ഒരാളെ ചൂസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിൽ ഒരാളെ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്ന് നോറ കൂട്ടിച്ചേർത്തു.